അപ്പോൾ നമ്മൾ ചീനച്ചട്ടി എടുത്തു വെച്ചു. വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. നമ്മൾ കായ് വറക്കാൻ കായ് തൊണ്ട് കളഞ്ഞ് മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അത് എടുത്തു വെച്ചു. ഇനി നമ്മൾ കായ് വറക്കാം. അപ്പം നമ്മൾ കായ് നേരിട്ട് വറക്കുകയാണ്. തന്നെ വറക്കാനാണ് പതിവ്. കടയിൽ നിന്നൊന്നും വാങ്ങിക്കാറില്ല. 1 കിലോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 3 കായെങ്കിലും ഇതിനകത്ത് ഇടാൻ പറ്റും. ഇരുമ്പലിയും കിച്ചണിയുടെ വെക്കാൻ കാരണം എണ്ണ ഒരുപാട് പറ്റിപ്പോവില്ല. നല്ല മൂർച്ചയാണ്, അതുകൊണ്ടാണ് പതുക്കെ അരിയുന്നത്. എണ്ണ തിളച്ചുകൊണ്ടിരിക്കുന്നത്. എണ്ണ ഇട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നാരങ്ങ ഉണ്ടാക്കി, കായ് വറുത്തു. ഇത്തിരി നേരം ഇങ്ങനെ കിടന്നാൽ മതി. വേഗം മതി. കനം കുറഞ്ഞ കായ്പരിയാണിത്. ഇപ്പോൾ പുളിയിഞ്ചിക്കുള്ള ഇഞ്ചി എരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക് എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പുളി വെള്ളത്തിലിട്ടേക്ക് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം പുളിയിഞ്ചി ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മുടെ എണ്ണ വെള്ളം നിന്നു, ഉപ്പേരി മൂത്തിട്ടുണ്ട്. നമ്മളപ്പോൾ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 1 സ്പൂണ് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. നമ്മൾ 2 സ്പൂൺ ഉപ്പ് ഒന്ന് പൊട്ടിക്കിടന്നാൽ മതി. എന്നിട്ട് നമുക്ക് വെള്ളം വലിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പോകാം. എല്ലാ പ്രാവശ്യവും നമ്മൾ വറുത്ത് തന്നെയാണ് എടുക്കാറില്ല. കടയിൽ നിന്ന് മേടിക്കൽ ചുരുക്കമാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ഒന്ന് വറുത്തേക്കാമെന്ന് വിചാരിച്ചു. വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടുതലാണ്. എന്നാലും നല്ല ക്രിസ്പി ആയിട്ടുള്ള കായ വറുത്തത് ഇത് നല്ല നിറമുണ്ട്. നല്ല മൂത്ത നാടൻ കായാണ്. അതുകൊണ്ട് തന്നെ
നല്ല സൗണ്ടുണ്ട്. നല്ല ഉപ്പൊക്കെ പാകത്തിനാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഓണത്തിന് ഉണ്ടാക്കുക. ഉപ്പേരി ഉണ്ടാക്കുക എല്ലാവർക്കും. അപ്പോൾ ഹാപ്പി ഓണം.